നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തി. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ പ്രപഞ്ചം മുഴുവൻ സ്നേഹം വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ. കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കും. ഇന്ന് ഇൻ്റർനാഷണൽ യോഗ ഡേ ആണ്, ജൂൺ 21. എന്താണ് യോഗം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? യോഗ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എങ്ങനെയാണത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുക എന്നതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ ഹാർട്ട്ഫുൾനെസ് പ്രോഗ്രാംസിൽ പങ്കെടുക്കും. ഹാർട്ട്ഫുൾനെസ് സഹജമാർ സിസ്റ്റം ഇന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. യോഗ എന്നുള്ള പദം നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കണം. എന്താണ് സ്വാസ്ഥ്യം? എന്താണ് സ്വാസ്ഥ്യം എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിൽ നിന്നും ഡിഫറൻ്റ് ആയത് എങ്ങനെയാണ് ആരോഗ്യം സ്വാസ്ഥ്യം എന്ന രണ്ട് വ്യത്യസ്തമായിട്ട് വാക്കാകുന്നത്? സ്വസ്ഥമായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സ് സ്വസ്ഥമായിട്ടിരിക്കുക, മനസ്സ് ബാലൻസ്ഡ് ആയിട്ടിരിക്കുക. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ സമത്വം യോഗ ഉച്യതേ എന്ന് പറയും. ബാലൻസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, അതാണ് യോഗ. അങ്ങനെ ബാലൻസ് സ്റ്റേറ്റിലിരിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ എങ്ങനെയായിരിക്കും? യോഗ കർമ്മസു കൗശലം. തൻ്റെ ആക്ഷൻസിൽ എല്ലാ പ്രവൃത്തികളിലും പെർഫെക്റ്റ് ആവും. അതായത് സ്നേഹം നിറഞ്ഞതായിരിക്കും. ഒരു ഡൈല്യൂഷനും ഇല്ലാതെ, ഒരു ഇംപെർഫെക്ഷൻസും ഇല്ലാതെ, ഒരു തരത്തിലുള്ള സെൽഫിഷ്നെസ്സും ഇല്ലാതെ കംപ്ലീറ്റായിട്ട് ആ സ്നേഹം റേഡിയേറ്റ് ചെയ്യുന്ന തരത്തിലേക്കായി മാറും. ഇങ്ങനെ ഒരാൾ സ്വസ്ഥൻ എന്ന് പറയാൻ സാധിക്കും. ശരീരത്തിൻ്റെ ആരോഗ്യം അതിൻ്റെ ഒരു ഭാഗമാണ്. നമ്മുടെ ഉള്ളിലുള്ള എനർജി റെഗുലേഷൻ അതിൻ്റെ ഭാഗമാണ്. മനസ്സിൻ്റെ റെഗുലേഷൻ ഒരു ഭാഗമാണ്. ഇന്ദ്രിയങ്ങളുടെ റെഗുലേഷൻ ഒരു ഭാഗമാണ്. പക്ഷെ ഇതിനേക്കാളെല്ലാം ഉപരി ആ യോഗാവസ്ഥ അത് സ്ഥിരമായിട്ട് പ്രതിഷ്ഠിതമാക്കുമ്പോൾ നമ്മൾ സ്വസ്ഥരാകും. അതാണ് ഹാർട്ട്ഫുൾനെസ് സഹജമാർ സിസ്റ്റം നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കുന്ന വളരെ ലളിതമായിട്ടുള്ള സിസ്റ്റമാണ്. എല്ലാവരെയും ഹാർദമായി ഈ ദിവസം
സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലിവിങ് ദ ഗോൾ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ലക്ഷ്യത്തിൽ ജീവിക്കുക. സ്വാസ്ഥ്യം എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഇതിനെ മനസ്സിലാക്കാം. സ്വസ്ഥനായിട്ടുള്ള ഒരാൾ എങ്ങനെയായിരിക്കും? തൻ്റെ യഥാർത്ഥ ആ സ്വഭാവം തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ഒരാൾക്ക് സ്വസ്ഥൻ. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വസ്ഥരല്ല. ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതോടുകൂടിയിട്ട് ബാലൻസ് നഷ്ടപ്പെടുകയാണെങ്കിൽ സ്വസ്ഥനല്ല. മനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് വരിക ഇടയ്ക്കിടയ്ക്ക്, അപ്പോൾ സ്വസ്ഥനല്ല. സ്വസ്ഥനായിട്ട് ആൾക്കാർ ഇതിന്നൊക്കെ മറികടന്നിട്ടുണ്ടാവും. ഏതൊരു കണ്ടീഷനിലും ആ പെർഫെക്റ്റ് ക്യാരക്ടർ റേഡിയേറ്റ് ചെയ്യും. വയ്യാതെ കിടക്കുമ്പോഴും വളരെ വളരെ ശാന്തനായിരിക്കും, പ്രസന്നനായിരിക്കും. ആരെയും ഡിസ്റ്റർബ് ചെയ്യില്ല, ആരാലും ഡിസ്റ്റർബ് ചെയ്യപ്പെടില്ല. ഉള്ളിൽ ഒരു തരത്തിൽ നെഗറ്റിവിറ്റി ഇല്ല. എപ്പോഴും പോസിറ്റിവിറ്റി റേഡിയേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്. അടുത്ത് ചെല്ലുന്നവർക്കൊക്കെ ആ ശാന്തത അനുഭവപ്പെടുന്നു. അങ്ങനെയുള്ള ആൾക്കാരെ കാണാൻ ആൾക്കാർ ഓടിയെത്തുന്നു. ഞാൻ മഹാത്മാഗാന്ധിയുടെ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ലൈഫ് ആൻഡ് ഡെത്ത് ഓഫ് മഹാത്മാഗാന്ധിജി ബൈ റോബർട്ട് പെയിൻ. അദ്ദേഹം മഹാത്മാഗാന്ധിജിയുടെ ഫാസ്റ്റുകളെ കുറിച്ച് പറയുന്നു. പുസ്തകം വായിക്കേണ്ട പുസ്തകമാണ്, കാരണം വളരെ വിമർശനാത്മകമായിട്ടുള്ള ബുക്കാണ്. അപ്പോൾ ആ സമയങ്ങളിൽ അദ്ദേഹത്തെ കാണാൻ ആൾക്കാർ വന്നിരുന്നു എന്നാണ്. അദ്ദേഹത്തെ കാണാനൊന്നുമില്ല, എല്ലും തോലും മാത്രം, സംസാരിക്കാൻ തന്നെ വയ്യ. പക്ഷേ അദ്ദേഹത്തിനുള്ളിൽ നിന്ന് ആ റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡ്യൂട്ടി ഒരിക്കലും വിസ്മരിക്കുന്നില്ല. എന്തിനാണ് ഫാസ്റ്റ് തുടങ്ങിയത്, ആ ഡ്യൂട്ടി അദ്ദേഹം മറക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ളൊരു സ്വസ്ഥമായിട്ടുള്ള സ്റ്റേറ്റ് നമുക്ക് എപ്പോഴും നിലനിർത്താൻ സാധിക്കുകയാണെങ്കിൽ എന്ത് നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെയൊരു സ്റ്റേറ്റിനാണ് നമ്മൾ യഥാർത്ഥത്തിൽ നിരന്തര സ്മരണ എന്നുള്ളത്. എപ്പോഴും ഈശ്വരനെ സ്മരിച്ച് ജീവിക്കണം, നിരന്തര സ്മരണയിൽ ഇരിക്കണം എന്നത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പദമാണ് നിരന്തര സ്മരണ എന്നുള്ളത്. സ്മരണ ചിന്തയിൽ നിന്നും വ്യത്യസ്തമാണ്. സ്മരണ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷനാണ്. നമ്മൾ ആ സ്റ്റേറ്റിൽ നിന്നാണ് പെരുമാറുക. കുടുംബത്തെ സ്മരിക്കുമ്പോൾ കുടുംബത്തിന് മോശമായിട്ടുള്ള കാര്യം ഒന്നും നമ്മൾ ചെയ്യില്ല. നമ്മുടെ ഭർത്താവിനെയോ ഭാര്യയോ സ്മരിക്കുമ്പോൾ അവർക്ക് വേദന ചെയ്യുന്ന ഒരു കാര്യം ചെയ്യില്ല, അവർ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളെ ചെയ്യും. അപ്പം ആ സ്മരണ വേണം എന്ന് പറയാം. ജോലിയെപ്പറ്റി സ്മരണ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ ഫൗണ്ടേഷനായിട്ട് അതുണ്ടാവും, നമുക്ക് ഓർമ്മയുണ്ടാവും. ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ ഒരു പേഷ്യൻ്റ് രാത്രി വന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഡോക്ടർ ആണെന്നുള്ള സ്മരണ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ പോലെ തന്നെ പെരുമാറും, കമ്പാഷനേറ്റായിട്ട് പെരുമാറും. പെട്ടെന്ന് എൻ്റെ ഉള്ളിലുള്ള ഒരു സ്വാർത്ഥത വരികയാണെങ്കിൽ ഞാനപ്പോൾ എൻ്റെ സ്മരണയിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ ഇതാണ് സ്മരണ എന്ന് പറയുന്നത്. അപ്പോൾ ദിവ്യസ്മരണയിലിരിക്കുന്ന ഒരാളെങ്ങനെയായിരിക്കും? അപ്പോഴും ദിവ്യത റേഡിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ആളുടെ അടുത്ത് ചെല്ലുമ്പോൾ ആ പ്രകാശം, ആ എൻലൈറ്റ്മെൻറ്റ് വരുന്നവർക്കൊക്കെ ലഭിക്കും. ആ സ്നേഹം എല്ലാവർക്കും ലഭിക്കും. അത് ഫീൽ ചെയ്യാൻ സാധിക്കും. ചാരുജി മഹാരാജ് ബാബുജി മഹാരാജിനെ കുറിച്ച് എഴുതിയ അതിസുന്ദരമായിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, മൈ മാസ്റ്റർ. അതിൽ ലവ് എന്നൊരു ചാപ്റ്റർ വായിക്കേണ്ടതാണ്. ബാബുജി മഹാരാജിൻ്റെ ആ ക്യാരക്ടർ, ഏത് സമയത്തും സ്നേഹം റേഡിയേറ്റ് ചെയ്യുന്നൊരു ക്യാരക്ടർ. മുമ്പിൽ വരുന്നവർക്കൊക്കെ അത് അനുഭവിക്കാൻ പറ്റുന്നതാണ്. നമ്മൾക്കും അത് സാധിക്കും. അത് അപ്രാപ്യമായിട്ട് കാര്യമല്ല, ആർക്കോ ചിലർക്ക് പറ്റുന്ന കാര്യമില്ല. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും അവർക്കൊക്കെ അത് പറ്റും, അവരൊക്കെ മഹാന്മാരാണ്. അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും അത് സാധ്യമാണ്. അത് കാണിക്കാനാണ് അവർ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നത്. ഇപ്പോൾ സഹജമാർഗത്തിൽ ഒരു പ്രമാണം പറയുന്നതാണ്, മറ്റുള്ളവരിൽ ഭക്തിസ്നേഹഭാവങ്ങൾ ഉണർത്തത്തക്ക വിധം പെരുമാറ്റവും ജീവിതവും രൂപപ്പെടുത്തുക എന്നാണ് ബാബുജി മഹാരാജ് പറയുന്നത്. നമ്മൾ രൂപപ്പെടുത്തണം, ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണം. ഇപ്പോൾ തുടക്കത്തിൽ നമ്മളതിൽ വിൽ ഉപയോഗിച്ചാൽ ക്രമേണ അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. രാവിലെ എണീക്കുക എന്നുള്ളത് വിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് അതിൻ്റെ ഗുണം അനുഭവിക്കാൻ തുടങ്ങി പിന്നെ വില്ല് ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കാണ്. പോസിറ്റീവ് കാര്യങ്ങൾ അങ്ങനെയാണ്. തുടക്കത്തിൽ വില്ല് ഉപയോഗിക്കണം, സൈക്കിൾ ചവിട്ടാൻ, കാർ ഓടിക്കാൻ, ഒരു പുസ്തകം പഠിക്കാൻ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കാൻ നമുക്ക് അവിടെ ഒരു വില്ല് ആവശ്യമുണ്ട്. നമ്മുടെ നോർമലായിട്ട് ടെൻഡൻസി ഇന്ദ്രിയതലത്തിലേക്ക് തിരിയാനാണ്. അവിടെ നിന്ന് ഡൈവേർട്ട് ചെയ്യാൻ ലോങ് ടേം ഗോൾസ് മനസ്സിലാക്കിയിട്ട് ഷോർട്ട് ടേം ഗോൾസിനെ ത്യജിക്കുമ്പോഴാണ് നമ്മൾ വിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ മനസ്സിനെ
ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മളതിന് വിൽ ഉപയോഗിക്കുമ്പോൾ ഒരത്ഭുതം സംഭവിക്കും. ശരീരം അതിനെ കോപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു, ചുറ്റുമുള്ള സമൂഹം കോപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു, ക്രമേണ എല്ലാവരും കോപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അതുമാത്രമല്ല, അവരും നമ്മുടെ അടുത്ത് വരുന്നു, ഇതെങ്ങനെ ചെയ്യാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവർ വരുന്നു. നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഭക്തി സ്നേഹഭാവങ്ങൾ നമ്മൾ പ്രകടമാക്കണം. മറ്റുള്ളവരിൽ അത് ഉണ്ടാവുന്ന രീതിയിലായിരിക്കും നമ്മുടെ പെരുമാറ്റം, നമ്മളിലൂടെ അത് പ്രവഹിക്കണം പുറത്തേക്ക്. ഇൻ്ററാക്ഷൻ യോഗ ഡേയുടെ ഈ ദിവസം നമുക്ക് ഈ ഒരു തലത്തിലേക്ക് ഉയരാൻ നമുക്ക് സങ്കല്പം എടുക്കാം. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഹാർട്ട്ഫുൾനെസ് സഹജമാർ സിസ്റ്റം വളരെ ലളിതമായിട്ടുള്ള സിസ്റ്റമാണ്. എല്ലാവരെയും ഈ അവസരത്തിൽ വീണ്ടും വെൽക്കം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.